ഇന്ന് സഭയിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. യൗസേപ്പിതാവ് സുവിശേഷങ്ങളില് ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ഇന്ന് യൗസേപ്പിതാവിനെ പറ്റി ലോകമെമ്പാടും 1000 വാക്കുകൾ സംസാരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് യൗസേപ്പിതാവ് ഒരു ചർച്ചാ വിഷയമായത്, അല്ലെങ്കിൽ വിശുദ്ധർക്കിടയിൽ നമുക്ക് പ്രിയപ്പെട്ടവനായി തീർന്നതെന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണം ഇതാണ്: യൗസേപ്പിതാവ് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവത്തോട് ആലോചന തേടി എന്നുള്ളതാണ്. മറ്റുള്ളവരോട് ചോദിച്ചില്ല, മറ്റുള്ളവരുടെ ആലോചന തേടിയില്ല, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അത് വളരെ കൂളായി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അതിന് ഉത്തരമായിട്ട് സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ യൗസേപ്പിനോട് സംസാരിക്കുകയാണ്, യൗസേപ്പിതാവിനോട് സംസാരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, യൗസേപ്പിതാവ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ആലോചന തേടുക. യൗസേപ്പിതാവിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ദൈവത്തോട് ആലോചന തേടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.